നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്റ്റേഷനിൽ ഇങ്ങനൊരു പരാതി വന്ന വിവരം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ചാരൻ ഞങ്ങളെ അറിയിച്ചു. പരാതിയിൽ ഞങ്ങളുടെ ആരുടെയും പേരൊന്നും ഇല്ലാന്ന് അയാൾ പറഞ്ഞു. ഞങ്ങളെക്കുറിച്ച് ഒരു സംശയം പോലും ആ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തിനാ ടെൻഷനാവുന്നേ? അങ്ങനെ പറയാൻ പറ്റില്ല ജിതിൻ. ആ കേസ് അന്വേഷിച്ചത് CI അരവിന്ദനാണ്. പരാതിയിൽ പേരില്ലെങ്കിലും അയാൾക്ക് പ്രഭാവതിയിൽ സംശയം തോന്നുകയും പ്രഭാവതിയെ രഹസ്യമായി ചോദ്യം ചെയ്യുകയും ഉണ്ടായി. പ്രിയ, അരവിന്ദനെ സൂക്ഷിക്കണം. ജയയുടെ സഹോദരനായതുകൊണ്ട് അവനെ എനിക്ക് നന്നായിട്ടറിയാം. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ അവൻ അന്വേഷിച്ച് നമ്മളെ കൊടുക്കും. ഞാനതില് അനുഭവസ്ഥനാണല്ലോ. ആ കിഡ്നാപ്പിംഗ് കേസ് ഇനി അയാൾ അന്വേഷിക്കില്ല. നീ എന്തൊക്കെ അറിയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജിതിൻ, ആദ്യം അയാൾ കേസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഇനി ആ കേസ് അന്വേഷിക്കുന്നില്ലാന്ന്. അരവിന്ദൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായിരുന്നു. പക്ഷേ അതിനിടെ വിശാല് പെട്ടെന്ന് പരാതി അങ്ങ് പിൻവലിച്ചു. അതെന്താ പരാതി പിൻവലിച്ചത്? അങ്ങനെ അവൻ പരാതി പിൻവലിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതാം. ഇനി വിശാൽ എന്തിനാണ് കേസ് പിൻവലിച്ചതെന്നൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചാ ഒരുപക്ഷെ നമുക്കുള്ള കുരുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പോലെ ആവും. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അത് ശരിയാ. ഇനി ഏതായാലും അതിന്റെ പിന്നാലെ പോണ്ട. പക്ഷെ ഞാൻ വീണ്ടും പറയുക, അരവിന്ദനെ സൂക്ഷിക്കണം. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. അല്ല, എന്തായി നമ്മുടെ കാര്യങ്ങൾ? സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ജിതിൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ട്രഷർ ഹണ്ട് പോലെ തന്നെ ഓരോരോ കടമ്പകൾ കടക്കണം. ഈ അടുത്ത കാലത്തായിരുന്നു വിശാലിന്റെ മുത്തശ്ശന്റെ ഓർമ്മ ദിനം. അന്ന് അവിടെ കോളനിയിൽ മുത്തശ്ശന്റെ അനുസ്മരണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഒരു പെൺകുട്ടിക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായതുപോലെ തുള്ളി ഉറഞ്ഞ് ചില പ്രവചനങ്ങളൊക്കെ നടത്തി. എന്ത് പ്രവചനം? ദുർഗാഷ്ടമി ദിനത്തിൽ വിശാലിന് എന്തോ വലിയ സമ്മാനം കിട്ടാൻ പോവാണെന്ന്. ഓ, അത് മാത്രമല്ല, അവന്റെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും കിട്ടുമെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? അത് തന്നെയാ ഞങ്ങളും ആലോചിക്കുന്നത്. പ്രിയ, എന്ത് സമ്മാനമാണെങ്കിലും അത് നമുക്ക് തട്ടിയെടുക്കണം. ആ സമ്മാനം തട്ടിയെടുക്കാനുള്ള തത്രപ്പാടില്ല പ്രഭാവതി ആന്റി. കിട്ടുന്നത് മുഴുവനും അവർക്ക് വേണോ അല്ലേ? പ്രിയ, അവർക്ക് സമ്മാനം കിട്ടാനുള്ള ഇടയുണ്ടാക്കരുത്. ഞാൻ അതിന് അവരെ അനുവദിക്കുന്ന ജിത്തിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ആ സമ്മാനം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അത് നമുക്ക് തന്നെ കിട്ടും. അതും കൂടി കിട്ടിയ അത് നമുക്കൊരു ബോണസ് അല്ലേ റിയ? തീർച്ചയായും. അല്ല റിയ, ഇതെല്ലാം കൂടി എന്നും നമ്മുടെ കയ്യിൽ വന്ന് ചേരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.